ഹലോ, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. 2006 ജനുവരി 1 കല്യാണം. അപ്പോൾ എല്ലാവരും ലോകമെമ്പാടും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കല്യാണ വർഷവും കൂടി എല്ലാവരും ആഘോഷിക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ, കഥാനായിക ശൈലജ. 20 വർഷം മുന്നേയുള്ള ലേറ്റസ്റ്റ് ഫാഷനായിരുന്നു കേട്ടോ ഇത്. ഒരു വഴിക്ക് പോകുന്നതല്ലേ, അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് ചെക്കൻ എന്തായാലും ഡ്രസ്സ് ഇടാനൊന്നും അറിയില്ല. അന്നത്തെ ദിവസം വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്താലേ ഡ്രസ്സ് ഇടും എന്നുള്ള വാശിക്കാരാണ് എല്ലാ ചെക്കന്മാരും. പിന്നെ കല്യാണത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അമ്മയുടെ അടുത്തു നിന്ന് കിട്ടുന്ന ഈ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ. ഒരു യുദ്ധത്തിനെങ്ങാനും പോകുന്ന പോലെ അമ്മമാർ പാലെല്ലാം എടുത്തിട്ട് അന്നത്തെ ദിവസം നമ്മളെ കുടിപ്പിക്കുക. ഞാനങ്ങ് സുന്ദരിയായിപ്പോയി. ഇവർ രണ്ടുപേരാണ് കേട്ടോ എൻ്റെ പെങ്ങന്മാരാണ്. ഇവർ രണ്ടുപേരാണ് എന്നെ ഒരുക്കിയത്. അന്ന് വല്ലാത്തൊരു ഒരുക്കലായിരുന്നു. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. അമ്മയുടെ മനസ്സിൽ ഇപ്പം എന്തൊരു സന്തോഷമായിരിക്കും ഈ സമയത്തില്ലേ. എന്താണാവോ കല്യാണത്തിൽ പന്തലിരുന്നിട്ട് ഈ കക്ഷി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കെട്ടിയൻ്റെ മുന്നിൽ തലകുനിച്ച ദിവസം. മോതിരൊക്കെ ഇടുമ്പോൾ ഇത്തിരി സന്തോഷവും ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയാട്ടെ, മാല പിടിച്ച് വാങ്ങിയിട്ടാണ് കഴുത്തിലേക്ക് ഇടുന്നത്. എന്തൊരു തിരക്കാണാവോ. എൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാണമായിപ്പോയി. അയ്യേ, കുടുംബക്കാരെല്ലാം അരി വാരിച്ചാടി അനുഗ്രഹിക്കുകയാണ്. വല്ലാത്തൊരു വാരി എറിയൽ തന്നെയായിരിക്കും. 2 ലെജൻസ്, എൻ്റെ 2 ആങ്ങളമാർ അപ്പുറത്തും ഇപ്പുറത്തും. ബോഡി ഗാർഡ്സ്. ഇത് അച്ഛനും അമ്മയുമാണേ. നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ ഇതേതാ ഒരു കുട്ടിപ്പട്ടാളെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട, അപ്പുറത്തെ വീട്ടിലെ വാവയാണ് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ആര് തിന്നില്ലെങ്കിലും സാരമില്ല, ഞാനങ്ങ് തിന്നട്ടെ, അതായിരുന്നു എൻ്റെ മനോഭാവം. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിനെ. വെറുതെയെങ്കിലും ഒന്ന് കരഞ്ഞില്ലെങ്കിലും മോശമല്ലേ. എന്നോട് എൻ്റെ ഹസ്ബൻഡ് ഈ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനെന്താ എന്നെ കൊല്ലം കൊണ്ടുവന്നാണ് ഇങ്ങനെ കരയാൻ. ഞങ്ങളെ കല്യാണത്തിന് പാലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. വമ്പൻ കല്യാണമായിരുന്നു. പഴം കണ്ടിട്ട് ആക്രാന്തം മൂത്ത പോലെ ഇതാ ഒരാൾ വായ തുറന്ന് കാണിച്ചിരുന്നു. ഇനി നിലവിളക്ക് എടുത്ത് വലതുകാല് വെച്ചൊരു കയറ്റം. ഇത് ഏട്ടൻ്റെ അച്ഛനും അമ്മയാണേ. അങ്ങനെ 20 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഹാപ്പി ആയിട്ട് പോകുന്നു. സന്തോഷം. ഓക്കെ, ബൈ.